ദാഹിച്ചു വലഞ്ഞ കാക്ക. ഒരിക്കൽ വലിയൊരു കാട്ടിൽ ഒരു കാക്ക താമസിച്ചിരുന്നു. ആ കാക്ക ഒരുപാട് ദൂരം പറന്നു വന്നപ്പോൾ വല്ലാതെ ദാഹിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഒരു ചില്ലയിൽ വന്ന് ഇരുന്നു. അവൻ ചുറ്റുപാടും വെള്ളത്തിനു വേണ്ടി നോക്കിയെങ്കിലും എങ്ങും തന്നെ കണ്ടില്ല. ദാഹം കാരണം അവൻ വല്ലാതെ ക്ഷീണിച്ചിരുന്നു. അവൻ കാട്ടിൽ മുഴുവൻ പരതി. എന്നിട്ട് അടുത്തുള്ള പട്ടണത്തിലേക്ക് പറന്നു. പറന്നു വന്നപ്പോൾ ഒരു വീട് കാണുകയുണ്ടായി. അവൻ വിചാരിച്ചു, എനിക്ക് ഉറപ്പാണ് ഇവിടെ എന്തായാലും വെള്ളം കാണുമെന്ന്. അവൻ പറന്ന് ആ വീടിന്റെ മുകളിലിരുന്നു. എന്നിട്ട് ചുറ്റുപാടും നോക്കി. പെട്ടെന്ന് അവനൊരു കുടം കാണുകയുണ്ടായി. അവൻ ആ കുടത്തിൽ ചെന്നിരുന്ന് അകത്തോട്ട് നോക്കി. അവൻ ഒരുപാട് സന്തോഷമായി. പക്ഷേ നിർഭാഗ്യവശാൽ വെള്ളത്തിന്റെ അളവ് കുറവായതിനാൽ കാക്കയ്ക്ക് ചുണ്ടുകൊണ്ട് വെള്ളം കുടിക്കുവാൻ സാധിക്കാതെ വന്നു. കാക്ക കുറച്ചുനേരം ആലോചിച്ചു. അപ്പോഴേക്കും കാക്കയ്ക്കൊരു ബുദ്ധി തോന്നി. അവൻ ചിന്തിച്ചു, ഞാൻ ഈ കുടത്തിൽ കുറച്ച് കല്ല് പിറക്കിയിട്ടാൽ ഇതിലെ വെള്ളത്തിന്റെ അളവ് കൂടി വരും. അപ്പോൾ എനിക്ക് വെള്ളം എളുപ്പത്തിൽ കുടിക്കുവാൻ സാധിക്കും. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കവേ കാക്ക ചുറ്റുപാടും നോക്കി. താഴെ കുറച്ച് കല്ലുകൾ കിടക്കുന്നത് അവൻ കണ്ടു. അവൻ കുടത്തിന്റെ പുറകിൽ ചെന്ന് കല്ലുകൾ പിറക്കി കുടത്തിലേക്ക് ഇട്ടു. വെള്ളത്തിന്റെ അളവ് കുറച്ച് കൂടിയെങ്കിലും കാക്കയ്ക്ക് വെള്ളം കുടിക്കുവാൻ സാധിക്കാതെ വന്നു. കാക്ക തിരിച്ച് കല്ലെടുക്കുവാൻ ചെന്നിട്ട് വേറെ കുറച്ച് കല്ലുകൾ കൂടി എടുത്തു. എന്നിട്ട് കുടത്തിന്റെ മുകളിൽ വന്നിരുന്ന് അതിലേക്ക് കല്ലെടുത്തിട്ടോണ്ടേയിരുന്നു. അങ്ങനെ വെള്ളത്തിന്റെ അളവ് കൂടുകയും കാക്കയ്ക്ക് സന്തോഷമാവുകയും ചെയ്തു. ദാഹം തീരുന്നതുവരെ കാക്ക വെള്ളം കുടിച്ചു. എന്നിട്ട് ദാഹിച്ചു വന്ന ഒരുപാട് കിളികൾക്ക് വെള്ളം കൊടുക്കുകയും ചെയ്തു. അവർ കാക്കയോട് നന്ദി പറഞ്ഞു. എന്നിട്ട് അവിടെ നിന്നും പറന്നുപോയി. ആനയും കുരുവിയും. ഒരിക്കൽ ഒരു മനോഹരമായ കാട്ടിൽ ഒരു കുടുംബം ആനകൾ താമസിച്ചിരുന്നു. ഒരു ദിവസം എല്ലാ ആനകളും നദിയിൽ വെള്ളം കുടിക്കുവാനായി പോയി. ആ സമയം ഒരു കുരുവി അവരുടെ സ്ഥലത്ത് വന്ന് അവർക്ക് വട്ടം കിടന്ന് ചുറ്റിയിട്ട് അവരെ നോക്കി ചിരിച്ചു. എന്താ കുരുവി, നീ എന്തിനാ ഞങ്ങൾക്ക് ചുറ്റും കിടന്ന് പറക്കുന്നത്? നീ എന്റെ കൂട്ടുകാരനാകുമോ? എന്താ, നീയുമായിട്ട് കൂട്ടുകൂടാനോ? ഹ, നമുക്ക് രണ്ടാൾക്കും ഒരിക്കലും കൂട്ടുകൂടുവാൻ പറ്റില്ല. എന്താ, അതെന്താ പറ്റാത്തെ? കാരണം ഞാൻ നിന്നേക്കാൾ പൊക്കമുള്ളതാണ്. എനിക്ക് നീളമുള്ള തുമ്പിക്കൈകളുണ്ട്, പിന്നെ വലിയ ചെവികളും. അതുകൊണ്ട് നമ്മൾ ഒട്ടും ചേർച്ചയുള്ളവരല്ല. അതിനാൽ കൂട്ടുകാരാകുവാൻ പറ്റത്തുമില്ല. ഇവിടെ നിന്ന് പൊക്കോളൂ. ആ കുരുവി ഇതെല്ലാം കേട്ടിട്ട് അവിടെ നിന്ന് പറന്നുപോയി. ആ കുട്ടിയാന നദിയിൽ നിന്ന് തന്റെ കുടുംബത്തോടൊപ്പം നടന്നുപോയി. പോകും വഴി കുട്ടിയാനയ്ക്ക് വല്ലാതെ വിശക്കുവാൻ തുടങ്ങി. അങ്ങനെ അവൻ ഇലകൾ കഴിച്ച് നടന്ന വഴി അവൻ കൂട്ടത്തിൽ നിന്നും വേർപെട്ടുപോയി. അവൻ വല്ലാതെ പേടിച്ച് കരയുവാൻ തുടങ്ങി. എന്നിട്ട് അമ്മേ അമ്മേ എന്ന് കരയുവാൻ തുടങ്ങി. അപ്പോൾ ആ കുരുവി ആനക്കുഞ്ഞിന്റെ ശബ്ദം കേട്ട് പറന്നു വന്നു. ഏയ്, എന്തിനാ നീ കരയുന്നത്? എന്റെ വഴി തെറ്റി. എനിക്കെന്റെ വഴി കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല. അയ്യോ, നീ ഇവിടെ തന്നെ നിൽക്കൂ. ഞാൻ പറന്നുപോയി നിന്റെ കുടുംബം എവിടെയാ നിൽക്കുന്നതെന്ന് കണ്ടുപിടിച്ചിട്ട് പെട്ടെന്ന് വരാം. ആ കുരുവി പറന്നുപോയി
തന്റെ എല്ലാ കൂട്ടുകാരെയും വിളിച്ചുകൊണ്ട് ആ ആനക്കുട്ടിയുടെ കുടുംബത്തെ കണ്ടെത്തുവാനായി പറന്നു നടന്നു. അവരെല്ലാം പറന്നു നടന്ന് ആ ആനകളുടെ കുടുംബത്തെ തപ്പുവാൻ തുടങ്ങി. എന്നിട്ട് അവരെ പെട്ടെന്ന് കണ്ടെത്തി. അങ്ങനെ ആ കുരുവികൾ തിരിച്ചു വന്ന് ആ ആനക്കുട്ടിയോട് തന്റെ കുടുംബത്തെ കണ്ടെത്തിയ കാര്യം അവനെ അറിയിച്ചു. എന്നിട്ട് ആ കുരുവികളെ പിന്തുടരുവാൻ ആനക്കുട്ടിയോട് പറഞ്ഞു. അവസാനം ആനക്കുട്ടി തന്റെ കുടുംബത്തെ കണ്ടെത്തി. അവന്റെ അമ്മയുടെ അടുത്തോട്ട് ഓടിച്ചെന്നു. ആ ആനക്കൂട്ടം തന്റെ കുഞ്ഞിനെ കണ്ട് വളരെയധികം സന്തോഷിച്ചു. അപ്പോൾ ആനക്കുട്ടിയുടെ അമ്മ പറഞ്ഞു, ഈ കുരുവി വളരെ നല്ലവളാണ്. എപ്പോ തന്റെ കൂട്ടുകാരന് ഒരാവശ്യം വന്നു അപ്പോ ഓടി വന്ന് സഹായിച്ചു. ഈ കുരുവിയുമായുള്ള കൂട്ടുകെട്ട് നിനക്ക് വളരെ നല്ലതാണ്. കൂട്ടുകാരാകുവാൻ ഒരേപോലെ ആവണമെന്നില്ല, ഒരേ പൊക്കം വേണമെന്നില്ല. ഒരു നല്ല മനസ്സും സ്വഭാവമുണ്ടെങ്കിൽ അത് ധാരാളമാണ്. ആനക്കുഞ്ഞിന് അന്നത്തോടെ കൂട്ടുകെട്ടിന്റെ വില മനസ്സിലായി. അങ്ങനെ ആനക്കുട്ടിയും കുരുവിയും നല്ല കൂട്ടുകാരാവുകയും ചെയ്തു. കോഴികളും പച്ചക്കറികളും. അതൊരു സൂര്യോദയമായിരുന്നു. ടിങ്കുവും ബിങ്കുവും കോഴി കൂവുന്നത് വരെ വളരെ സമാധാനത്തിൽ ഉറങ്ങുകയായിരുന്നു. കോഴി കൂവിയതും അവരെഴുന്നേറ്റു. ഓഫ് ഓഫ്. രണ്ട് സഹോദരന്മാരും അവരുടെ തലയണ കൊണ്ട് ചെവി മൂടിപ്പിടിക്കുവാൻ ശ്രമിച്ചു. അതേസമയം എല്ലാ കോഴികളും വളരെ ഒച്ചത്തിൽ മത്സരിച്ചുകൊണ്ട് കൂവിക്കൊണ്ടേയിരുന്നു. അതേസമയം വഴുതനങ്ങ ആ കോഴികളുടെ ശല്യപ്പെടുത്തുന്ന ശബ്ദം കേട്ടു. ജനലിന്റെ അടുത്തേക്ക് ചെന്നു. ആ ജനൽ തുറന്നപ്പോഴേക്കും എല്ലാ കോഴികളും ഉറക്കെ കൂവിക്കൊണ്ടേയിരിക്കുന്നു. ഹേയ്, എന്തൊരു ശല്യമാ കോഴികളെ! നിങ്ങൾക്ക് വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലേ? എന്തിനാ ഇവിടെ കിടന്ന് കൂവുന്നത്? പോ, ഇവിടെ നിന്ന് വേഗം പൊക്കോ. വഴുതനങ്ങ ഇങ്ങനെ പറഞ്ഞ് ജനല് വലിച്ചടച്ചു. എന്നിട്ട് തിരിച്ചുപോയി കിടന്നുറങ്ങി. പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ടും കോഴി കൂവുന്നത് നിർത്തിയതേയില്ല. എന്റെ ദൈവമേ, ഞാൻ എന്നും രാവിലെ ഇവരുടെ ഈ കൂവല് കേട്ട് മടുത്തു ചേട്ടാ. ബിങ്കു തന്റെ അനിയൻ പറയുന്നത് കേട്ട് ജനലിന്റെ അടുത്തോട്ട് പോയി. അതെ ടിങ്കു, എനിക്ക് നല്ലൊരു ബുദ്ധി തോന്നുന്നുണ്ട്. വരൂ, നമുക്ക് ആ കോഴികളുടെ അടുത്തോട്ട് പോവാം. ടിങ്കുവും ബിങ്കുവും ആ കോഴികളുടെ അടുത്തോട്ട് ചെന്നപ്പോൾ പലതരത്തിലുള്ള കോഴികൾ ഉച്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അവർ കണ്ടു. നിങ്ങളിങ്ങനെ ഉറക്കെ കൂവുന്നതിൽ മത്സരം വെച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഞാൻ നിങ്ങൾക്ക് ശരിക്കുമുള്ള മത്സരം വെക്കാം. ജയിക്കുന്നവർക്ക് സമ്മാനവുമുണ്ട്. സമ്മാനത്തെക്കുറിച്ചോർത്ത് എല്ലാ കോഴികളും വളരെ ആകാംക്ഷയിലായി. എന്താ അത്? എന്താ അത്? എന്താ അത്? നിങ്ങളിൽ ആരാണോ അവസാനം വരെ കൂവുന്നത് അവർക്കായിരിക്കും സമ്മാനം ലഭിക്കുന്നത്. ബിങ്കു പറയുന്നത് കോഴി കേട്ടു. ഓ, അത്രേ ഉള്ളോ? എന്നിട്ട് അവരെല്ലാം ആ മത്സരത്തിന് സമ്മതിച്ചു. വഴുതനയ്ക്ക് അവിടെ എന്താണ് നടക്കുവാൻ പോകുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് ബിങ്കുവിനെ നോക്കി കണ്ണടച്ചു കാണിച്ചു. എല്ലാവരും ബിങ്കുവിന്റെ ബുദ്ധി വളരെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോയി. അടിപൊളി ബിങ്കു, നീ വളരെ സമർത്ഥനാണ്. നീ എന്തു പെട്ടെന്നാണ് ഒരു പ്രശ്നം പരിഹരിച്ചത്. കുറെ ദിവസങ്ങൾ എല്ലാ കോഴികളും കൂട്ടത്തിലെ ഏതെങ്കിലും കോഴി കൂവാൻ വേണ്ടി കാത്തിരുന്നു. എങ്കിലേ മറ്റു കോഴികൾക്ക് അവരെക്കാൾ കൂടുതൽ നേരം കൂവാൻ സാധിക്കുകയുള്ളൂ. അവർക്ക് എന്നും രാവിലെ കൂവാൻ വെമ്പൽ കൊണ്ടിരുന്നു. പക്ഷേ അവർ പരസ്പരം അത് നിയന്ത്രിച്ചുകൊണ്ടേയിരുന്നു.
3 ദിവസങ്ങൾ കഴിഞ്ഞു. എല്ലാ ദിവസവും രാവിലെ ടിങ്കുവും ബിങ്കുവും വഴുതനങ്ങയും ഉൾപ്പെടെ എല്ലാ പച്ചക്കറികളും സുഖമായി ഉറങ്ങി. അങ്ങനെ രാവിലെ ആരോടും വഴക്കുണ്ടാക്കേണ്ടി വന്നില്ല. പക്ഷേ സംഭവിച്ചതെന്തെന്നാൽ എല്ലാവരും മടിയന്മാരായി മാറി. അങ്ങനെ അവരുടെ ജോലികളൊക്കെ തടസ്സപ്പെടുവാൻ തുടങ്ങി. അങ്ങനെ അവർ ആ കോഴികളെ വീണ്ടും കാണുവാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ പോകുന്ന വഴി വളരെ പൊക്കമുള്ളതും ആരോഗ്യമുള്ളതും ഭംഗിയുള്ളതുമായ ഒരു കോഴിയെ അവർ കണ്ടു. അവരാരും ഇതുവരെ ഇത്ര ഭംഗിയുള്ള കോഴിയെ കണ്ടിട്ടില്ലായിരുന്നു. ആ ഭംഗിയുള്ള കോഴി പച്ചക്കറികളെ കണ്ടു. ഓ, അപ്പോൾ നിങ്ങളാണല്ലേ മറ്റു കോഴികൾക്ക് പന്തയം വെച്ചത്? അതും വളരെ എളുപ്പത്തിലുള്ള പന്തയം. അതെ അതെ, പക്ഷേ 3 ദിവസമായി ഞങ്ങളുടെ ജോലികളെല്ലാം തടസ്സപ്പെട്ടു. എല്ലാ പച്ചക്കറികളും മടിയന്മാരായി മാറി. ഞങ്ങള് ഈ ഭൂമിയിൽ വന്നത് തന്നെ എല്ലാവരെയും സൂര്യൻ ഉദിക്കുമ്പോൾ തന്നെ വിളിച്ചുണർത്തുവാനാണ്. പക്ഷേ നിങ്ങൾ ശരിക്കും അലാറം ക്ലോക്കിനെ ആശ്രയിച്ചു. ഞങ്ങൾക്ക് ആരെക്കാളും 10 മടങ്ങ് എളുപ്പത്തിൽ എല്ലാവരെയും ഉണർത്തുവാൻ സാധിക്കും. ഞങ്ങളോട് ക്ഷമിക്കൂ. പ്രകൃതി നിയമങ്ങൾക്ക് എതിരായി എന്തെങ്കിലും ചെയ്താലുള്ള ഭവിഷ്യത്തുകളെക്കുറിച്ച് ഇപ്പോൾ ഞങ്ങൾക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട്. നീ പറഞ്ഞത് ശരിയാണ്. ഞങ്ങൾ അലാറം ക്ലോക്കിനെ ആശ്രയിച്ച് മടിയന്മാരായി മാറി. നീ പറഞ്ഞത് ശരിയാണ്. ഞങ്ങൾ എപ്പോഴും അലാറം ക്ലോക്കിനെയാണ് ആശ്രയിക്കുന്നത്. ഞങ്ങൾ അതിൽ വളരെ സംതൃപ്തരായിരുന്നു. അങ്ങനെ അലസതയും ഞങ്ങൾക്ക് തുടങ്ങി. അന്നു മുതൽ എല്ലാവരും നേരത്തെ എഴുന്നേൽക്കുവാൻ തുടങ്ങി. പച്ചക്കറികളും കോഴികളും നല്ല സുഹൃത്തുക്കളായി മാറി. ആനകളുടെ രാജാവും എലികളും. അതൊരു ചൂടുള്ള വേനൽക്കാലമായിരുന്നു. ആ കാട്ടിലെ കുളമൊക്കെ വറ്റി വരണ്ടിരുന്നു. ആ കാട്ടിൽ പലതരം മൃഗങ്ങൾ ഉണ്ടായിരുന്നു. അതും കൂടാതെ കുറെ ആനക്കൂട്ടങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ആ ആനക്കൂട്ടങ്ങളുടെ രാജാവ് തന്റെ കൂട്ടത്തിനെ നന്നായി നോക്കിയിരുന്നു. പക്ഷേ വെള്ളം കിട്ടാതെ മറ്റു മൃഗങ്ങൾ മരിക്കുന്നത് കണ്ട് തന്റെ കൂട്ടങ്ങളുടെ ജീവനെപ്പറ്റി ആ ആനകളുടെ രാജാവ് ഭയപ്പെട്ടു. ആനകളുടെ രാജാവിന് ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തില്ല എങ്കിൽ തന്റെ കൂട്ടത്തിലുള്ള എല്ലാവരും ഓരോന്നോരോന്നായി മരിക്കുമെന്ന് അറിയാമായിരുന്നു. അങ്ങനെ പരിഹാരം കണ്ടെത്തുന്നതിനെപ്പറ്റി സംസാരിക്കുവാൻ എല്ലാ ആനകളും കൂടി ഒത്തുകൂടി. നമ്മൾ എത്രയും പെട്ടെന്ന് വെള്ളമുള്ള സ്ഥലത്തോട്ട് താമസം മാറിയില്ലെങ്കിൽ നമ്മൾ വരൾച്ച അനുഭവിക്കേണ്ടി വരും. അങ്ങനെ എല്ലാവരുടെയും ജീവൻ അപകടത്തിലാവുകയും ചെയ്യും. വെള്ളമോ? എനിക്കങ്ങനെ വെള്ളമുള്ള ഒരു സ്ഥലത്തെ പറ്റി അറിയാം. പക്ഷേ അവിടം വരെ പോകുവാൻ നമ്മൾ ഒരുപാട് സഞ്ചരിക്കേണ്ടി വരും. ആണോ? എങ്കിൽ നമുക്കെല്ലാവർക്കും ഇപ്പൊ തന്നെ അവിടോട്ട് പോവാം. അങ്ങനെ ആനകളെല്ലാം അത് സമ്മതിച്ചു. അവരുടെ യാത്ര തുടങ്ങി. അവർ കുറെ നടന്ന ശേഷം അവർക്ക് വല്ലാതെ ദാഹിക്കുവാൻ തുടങ്ങി. അപ്പോഴേക്കും അവർ അവിടെ ഒരു നദി കാണുകയും അങ്ങോട്ട് ഓടിപ്പോവുകയും ചെയ്തു. അവരാ വഴി ഓടുന്നതിനിടയ്ക്ക് എലികൾ താമസിച്ചിരുന്ന ഒരു മാളം തകരുകയുണ്ടായി. എന്താ സംഭവിക്കുന്നതെന്ന് ചർച്ച ചെയ്യുവാൻ എല്ലാ എലികളും കൂടെ ഒത്തുകൂടി. നമുക്കെല്ലാവർക്കും ചെന്ന് ആനകളോട് നമ്മുടെ മാളം നശിപ്പിക്കരുത് എന്നും അവർക്ക് വെള്ളം കുടിക്കുവാനായി മറ്റൊരു പാത തിരഞ്ഞെടുക്കണമെന്നും പറയണം. അങ്ങനെ എലികൾ എല്ലാവരും കൂടി ആനക്കൂട്ടത്തിന്റെ മുൻപിലെത്തുകയും ആനകളുടെ രാജാവിനോട് സംസാരിക്കണമെന്ന് അനുവാദം വാങ്ങുകയും ചെയ്തു. പറഞ്ഞോളൂ. അല്ലയോ രാജാവേ, ഞങ്ങൾ ഈ നദിയുടെ അടുത്താണ് താമസിക്കുന്നത്. നിങ്ങളുടെ കൂട്ടം വെള്ളം കുടിക്കുവാനായി ഓടുമ്പോൾ ഞങ്ങളുടെ താമസ സ്ഥലം തകരുകയാണ്. നിങ്ങൾക്ക് വെള്ളം കുടിക്കുവാൻ മറ്റൊരു മാർഗം കണ്ടുപിടിച്ചൂടെ? ഞങ്ങൾ നിങ്ങളോട് യാചിക്കുകയാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ഞങ്ങളുടെ മാളം നശിപ്പിക്കരുത്. അങ്ങനെയെങ്കിൽ ഞാൻ അവരോട് സംസാരിക്കാം. എല്ലാവരും ശ്രദ്ധിച്ചേ. നമ്മൾ വെള്ളം കുടിക്കുവാൻ വരുന്ന വഴിക്ക് എലികളുടെ ഒരു മാളമുണ്ട്. നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴി അവരുടെ താമസ സ്ഥലം നശിക്കുകയാണ്.
ഇപ്പോൾ മുതൽ നമ്മൾ വേറെ ഒരു വഴി കണ്ടുപിടിക്കണം. അല്ലയോ രാജാവേ, ഇത്രയും ചെറിയ ജീവികളോട് സംസാരിക്കുന്നത് തന്നെ വളരെ വലിയ കാര്യമാണ്. അവർക്ക് അത്രയ്ക്കൊന്നും അംഗീകാരം കൊടുക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഇതിനോട് ഒട്ടും തന്നെ യോജിക്കുന്നുമില്ല. എന്തെങ്കിലും സമയം വരുമ്പോൾ നമുക്ക് അവരുടെയും സഹായം വേണ്ടിവരും. അതുകൊണ്ട് നമ്മൾ നാളെ മുതൽ വേറെ വഴിയിൽ കൂടിയാണ് പോകുവാൻ പോകുന്നത്. അങ്ങനെ രാജാവ് ബാക്കിയുള്ളവരോട് ആജ്ഞാപിച്ചു. എന്നിട്ട് നടന്നുപോയി. ആനകൾ രാജാവ് പറഞ്ഞതുപോലെ കേട്ട് പിറ്റേ ദിവസം മുതൽ അവർ വേറെ വഴി തിരഞ്ഞെടുത്തു. എല്ലാ ദിവസവും അവർ ആ നദിയിൽ വെള്ളം കുടിക്കുവാൻ വരികയും കളിക്കുകയും നല്ല സമയങ്ങൾ അവിടെ ചിലവഴിക്കുകയും ചെയ്തു. പക്ഷേ നിർഭാഗ്യവശാൽ ആ സന്തോഷം അധികം നാൾ നീണ്ടുനിന്നില്ല. ഒരു ദിവസം ആനകൾ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അതുവഴി വന്ന കുറച്ച് വേട്ടക്കാർ ആനകളെ കാണുകയുണ്ടായി. അവർക്ക് എങ്ങനെയെങ്കിലും ആനകളെ വേട്ടയാടി കൊണ്ടുപോകണമെന്നായി. പിറ്റേ ദിവസം ആനകൾ നദിക്കരയിലേക്ക് പോകുന്ന വഴി ആ വേട്ടക്കാർ വെച്ചിരുന്ന കെണിക്കകത്ത് കാലുപെട്ടു. ആനകളുടെ രാജാവ് ഉൾപ്പെടെയാണ് ആ കെണിയിൽപ്പെട്ടത്. ആനകളെ, നിങ്ങൾ ഉടൻ തന്നെ ആ എലികളുടെ മാളത്തിൽ പോയി നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി പറയണം. എന്നിട്ട് വേട്ടക്കാർ മടങ്ങിയെത്തും മുന്നേ നമ്മളെ വന്ന് രക്ഷിക്കുവാൻ പറയണം. പെട്ടെന്ന് ആനകൾ ഓടി എലികളുടെ മാളത്തിലേക്ക് ചെന്നു. അവരുടെ അപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി എലികളോട് പറഞ്ഞു. കാര്യങ്ങൾ കേട്ടതിനു ശേഷം അവരൊരു കൂട്ടമായി ആനകളുടെ പുറത്ത് കയറി അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചു. പെട്ടെന്ന് ആ എലികൾ ആനകളുടെ കാലിൽ കിടന്ന കയറ് കടിച്ചു മുറിച്ച് ആനകളെ സ്വതന്ത്രരാക്കി. എലികളെ കൊണ്ടുവന്ന ആനകളുടെ അടുത്തേക്ക് ആനകളുടെ രാജാവ് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോ തന്നെ എലികളോട് മാപ്പ് പറയണം. ആനകളുടെ രാജാവ് ദേഷ്യത്തിൽ പറഞ്ഞു. എലികളോട് നന്ദി അറിയിച്ചു. അങ്ങനെ എലികൾ ആനകളോട് ക്ഷമിച്ചു. വലുതോ ചെറുതോ എന്നതിലല്ല കാര്യം. ആരെയും ആവശ്യമില്ലാതെ വിലയിരുത്തുവാൻ പാടില്ല എന്ന് ആനകൾക്ക് മനസ്സിലായി. അങ്ങനെ അവർ എലികളോട് മാപ്പ് പറഞ്ഞു. എന്നിട്ട് എല്ലാവരും കൂടെ നദിയിൽ പോയി കളിച്ചു. അങ്ങനെ സന്തോഷത്തോടെ അവർ ജീവിച്ചു.